നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി ഉത്തര നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നാണ് ഇവിടെ പറയുന്നത്. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 പൊതുവെ പറയുകയാണെങ്കിൽ സമ്മിശ്ര ഫലമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. എന്നിരുന്നാലും ദോഷഫലങ്ങൾ കുറവും ഗുണഫലങ്ങൾ കൂടുതലും ആണ് ഈ വർഷം ഇവർക്ക് വരുവാൻ സാധ്യതയുള്ളത്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ തൊഴിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പുതുതായി തൊഴിൽ ലഭിക്കുന്ന വർഷമാണ്. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലബ്ധി ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നതും പദവിയും അംഗീകാരവും ഒക്കെ നേടുവാൻ കഴിയുന്നതുമാണ്. വരുമാന വർധനവും തൊഴിലിൽ നിന്ന് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിടങ്ങളിൽ കൂടുതൽ തൃപ്തി ഇവർക്ക് ലഭിക്കുന്നതാണ്. ധനപരമായി പറയുകയാണെങ്കിൽ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി അത്ര ഗുണകരമല്ല. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധനപരമായി നേട്ടമുണ്ടാവുമെങ്കിലും അതിനനുസരിച്ച് ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തതയും സുതാര്യതയും വരുത്തേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. കടം കൊടുത്ത പണം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു കിട്ടുവാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. വായ്പ കൊടുക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വായ്പ കൊടുക്കുവാൻ പാടുള്ളൂ. ധനപരമായി വിവിധ രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാവുമെങ്കിലും ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായ കാര്യത്തിനായാലും വീട്, വാഹനം എന്നിവ വാങ്ങുന്ന കാര്യത്തിലായാലും ഈ വർഷം കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന ഒരു സമയമാണ്. ദമ്പതികൾ തമ്മിൽ ഐക്യത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ഈ സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അവ അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതും ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഠിന പ്രയത്നം ഉണ്ടാകേണ്ട ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് അലസതയും ശ്രദ്ധക്കുറവും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പരിശ്രമിച്ച് വിജയം നേടുക എന്നതാണ് അവർ ചെയ്യേണ്ട മുഖ്യ ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുവാനും പുതിയ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനും മത്സര പരീക്ഷയിൽ വിജയം നേടുവാനും ഒക്കെ കഴിയുമെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പ്രയത്നഫലം നേടേണ്ട സമയം കൂടിയാണ്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം അത്ര ഗുണകരമല്ല. സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാവാനും വാക്ക് തർക്കങ്ങളിൽ ഇടപെട്ട് അത് വലുതായി പോകുവാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംസാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വളർത്തി വലുതാക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്സാര പ്രശ്നങ്ങൾ മൂലം ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. പുതിയ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സമയമാണ്. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കും ലാഭം പ്രതീക്ഷിക്കാവുന്നതും ബിസിനസ് നേട്ടമുണ്ടാകുന്നതുമായ ഒരു വർഷമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇവർക്ക് അംഗീകാരവും പദവിയും പ്രശസ്തിയും ഒക്കെ നേടുവാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക് ഗുണകരമായ ഒരു കാലം കൂടിയാണ്. ഇവർക്ക് പദവിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്.
ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തക്ക സമയത്ത് തന്നെ ചികിത്സ നടത്തേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, അതേപോലെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്നേക്കാം. കൃത്യസമയത്ത് തന്നെ ചികിത്സിച്ച് മാറ്റേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ സമയത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ദീർഘകാലമായി വിവാഹ തടസ്സം ഉള്ളവർക്ക് അവ നടന്നു കിട്ടുവാനുള്ള സാധ്യത തെളിയുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സന്താനഭാഗ്യം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. അകന്നു നിന്ന ബന്ധുക്കൾ ഈ സമയത്ത് അടുത്തു വരുവാനും സാധ്യത കാണുന്നു. 1202 ആണ്ടിൽ ഉത്തരം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഒരു ഫലമാണ് ഉള്ളതെങ്കിലും ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുകയും കൂവളമാല അർച്ചന നടത്തുകയും ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് ചെയ്യുകയും ഹനുമാൻ ചാലീസ ജപിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുകയും ഒക്കെ ചെയ്താൽ ഈ വർഷം കൂടുതൽ സന്തോഷവും ഗുണകരവുമാക്കി മാറ്റാവുന്നതാണ്.